ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള PSC എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള PSC പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കഴിഞ്ഞ വർഷത്തെ ഡേറ്റിൽ വിജ്ഞാപനങ്ങളിൽ അതിൽ വരുന്നത് 30/12/2020 വിജ്ഞാപനവും 31/12/2020 വിജ്ഞാപനവുമായി രണ്ട് വിജ്ഞാപനങ്ങളാണ് ഏകദേശം 155ഓളം തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒരുപാട് വരുന്നുണ്ട്, എക്സാം ആണെങ്കിൽ നടക്കുന്നില്ല. എന്നാലും നോട്ടിഫിക്കേഷൻ വന്നത് നമ്മുടെ ഈ ചാനലിലൂടെ അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കേരളത്തിലൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഏതെല്ലാം പോസ്റ്റിലേക്കാണ് ഇപ്പോൾ കേരള PSC വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം താഴെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഏതെല്ലാം തസ്തികകളാണ് കേരള PSC ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നോക്കാം. കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ KeralaPSC.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള 3 നോട്ടിഫിക്കേഷൻ്റെ ഒന്ന് 20/1/2021 അവസാനിക്കുന്ന നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത 321/2020 മുതൽ 372/2020 വരെയുള്ള നോട്ടിഫിക്കേഷനും അത് കഴിഞ്ഞ് 2 നോട്ടിഫിക്കേഷനാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. 377/2020 മുതൽ 472/2020 വരെയുള്ള നോട്ടിഫിക്കേഷൻ ഏകദേശം 100ഓളം തസ്തികകളിലേക്കാണ് അതിലേക്ക് വന്നിരിക്കുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ 377/2020 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും, പിന്നെ 378/2020 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 ആണ്. പിന്നെ 379/2020 വരുന്നത് എക്സ്റേ ടെക്നീഷ്യൻ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക്. 380 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ആണ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക്. 381/2020 അസിസ്റ്റന്റ് മാനേജറാണ് കേരള സെറാമിക് ലിമിറ്റഡിലേക്ക്. പിന്നെ 382/2020 ഹൈസ്കൂൾ ടീച്ചറാണ് സോഷ്യൽ സയൻസ് മലയാളം മീഡിയം. 383/2020 ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം. 384/2020 ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം തന്നെയാണ്. 385ഉം 386ഉം വരുന്നത് ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ബൈ ട്രാൻസ്ഫർ ഇംഗ്ലീഷും അറബിക്കും ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ 387/2020 ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറാണ്. 388 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. 389 ഡ്രോയിങ് ടീച്ചറാണ്. 390ഉം ഡ്രോയിങ് ടീച്ചർ തന്നെയാണ്. പിന്നെ 391 മ്യൂസിക് ടീച്ചർ. 392/2020 ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ്. 393 അറബിക്ക് തന്നെയാണ്, അതും ബൈ ട്രാൻസ്ഫർ വരുന്നത്. 394/2020 ലബോറട്ടറി ടെക്നീഷ്യൻസ് ഹോമിയോപ്പതി. 395 ട്രാക്ടർ ഡ്രൈവർ. 396 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്. 397 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ്. പിന്നെ 398 മോട്ടോർ മെക്കാനിക് ഹെൽത്ത് സർവീസിലേക്ക്. 399 ട്രേസർ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. പിന്നെ 400/2020 പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക്. 401 ഉറുദു ആണ്. 402 അറബിക്ക് തന്നെയാണ്. പിന്നെ വരുന്നത് 403/2020 ബോട്ട് ഡ്രൈവർ ഗ്രേഡ് 2 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്. 404/2020 വരുന്നത് ഇലക്ട്രീഷ്യനാണ്. അത് വരുന്നത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക്. പിന്നെ വരുന്നത് 405/2020 ട്രാക്ടർ ഡ്രൈവറാണ്. 406/2020 ട്രാക്ടർ ഡ്രൈവർ അനിമൽ ഹസ്ബൻഡറിയിലേക്ക്. 407/2020 വരുന്നത് ആംഡ് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ്. അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ 408/2020 അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ. 409/2020 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ്. 410/2020 ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. പിന്നെ 412 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ആണ്. 413 ഇൻസ്ട്രുമെന്റ് മെക്കാനിക് മെഡിക്കൽ സർവീസ് എഡ്യൂക്കേഷൻ സർവീസിലേക്ക്. 414 വരുന്നത് 414/2020 സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2 കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്ക്. 417 415 മുതൽ 417 വരെ സെക്യൂരിറ്റി ഗാർഡാണ്. 418 ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ്. 419 മുതൽ 422 വരെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ. 423-24 വരുന്നത് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ് LPS. പിന്നെ വരുന്നത് NC നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നത് 425/2020 427/2020 വരുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. 428 429 വരുന്നത് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ.
പിന്നെ 430 മുതൽ 439 വരെ വരുന്നത് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്ക്. 440/2020 യു പി സ്കൂൾ ടീച്ചറാണ്. 443/2020 മുതൽ 452/2020 വരുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. 453/2020 അതിലേക്ക് വരുന്നത് 454 വരെ വരുന്നത് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. 455/2020 അതിലേക്ക് വരുന്നത് പാർട്ട് ടൈം സ്കൂൾ ടീച്ചറാണ്. 456 പാർട്ട് ടൈം സ്കൂൾ ടീച്ചർ. 457 മുതൽ 460 469 വരെ പാർട്ട് ടൈം സ്കൂൾ ടീച്ചറാണ്. ജൂനിയർ സ്കൂൾ ലാംഗ്വേജ് ടീച്ചർ വരുന്നുണ്ട്. പിന്നെ 470 മുതൽ 472 വരെ ഡ്രൈവർ ഗ്രേഡ് 2 LD ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് NCA നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതാണ് 30/12/2020 വന്ന നോട്ടിഫിക്കേഷൻ. അതിൻ്റെ ഗസറ്റഡിൽ വന്നതിന് ഇത് അവസാന തീയതി 3/2/2021 വരെയാണ്. നമുക്കിതിൻ്റെ വേറൊരു നോട്ടിഫിക്കേഷൻ 31/12 വന്നിട്ടുണ്ട്. ഒരേ കാലാവധി തന്നെയാണ് വന്നിരിക്കുന്നത്. അത് 3/2/2021 വരെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. 473/2020 മുതൽ 531/2020 വരെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ അതാണ്. നമുക്കിനി ഓരോ നോട്ടിഫിക്കേഷനും അതിൻ്റെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ 473 അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ. 473/2020 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. 474 വരുന്നത് അതും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഹെഡ് ഓഫ് സെക്ഷൻ ഇൻ ആർക്കിടെക്ചർ. 475/2020 അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. 476/2020 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. 477/2020 ലെക്ചർ ഇൻ ഡാൻസ് കേരള നാട്ടിലും വരുന്നത്. 477/2020 കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മ്യൂസിക് കോളേജിലേക്ക് ലെക്ചർ ഇൻ ഡാൻസ് ആണ്. 478 479 480 വരുന്നത് ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. പിന്നെ വരുന്നത് 481/2020 ഡ്രാഫ്റ്റ്മാൻ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. 480 വരുന്നത് അസിസ്റ്റൻറ്റ് കന്നഡ ട്രാൻസ്ലേറ്റർ. 483 ഗ്രേഡ് 1 ട്രാൻസ്മാൻ അല്ലെങ്കിൽ ഓവർസിയർ ഒഴിവിലേക്ക് പബ്ലിക് വർക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് 484/2020 റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യനാണ്. പിന്നെ 485/2020 വരുന്നത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റിയിലേക്ക്. 486/2020 നഴ്സ് ഗ്രേഡ് 2 ആണ് ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലേക്കാണ്. പിന്നെ 487/2020 ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറാണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക്. പിന്നെ 488/2020 ആർട്ടിസ്റ്റ് മോഡലർ മ്യൂസിയം ആൻഡ് സൂസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരുന്നത്. പിന്നെ 489/2020 ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3 ആണ്. 490/2020 മ്യൂസിയം ആൻഡ് സൂസിലാണ് പമ്പ് ഓപ്പറേറ്റർ. 491/2020 സ്റ്റെനോഗ്രാഫർ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ റിസപ്ഷനിസ്റ്റ് കം ടെലിഫോൺ ഓപ്പറേറ്റർ തസ്തികയിലേക്ക്. 492/2020 കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ വന്നിട്ടുണ്ട്. പിന്നെ 493/2020 LP സ്കൂൾ ടീച്ചറാണ്. പിന്നെ 494 മുതൽ 497 വരെ വരുന്നത് ലൈബ്രറിയൻ ഗ്രേഡ് 4 അതിലേക്ക് കേരള മുനിസിപ്പൽ കോമൺ സർവീസിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ 498/2020 വർക്ക് സൂപ്രണ്ടൻറ്റ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. 499/2020 വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ST ആണ് കേരള പോലീസിലേക്ക്. പിന്നെ 500/2020 ജൂനിയർ കൺസൾട്ടൻറ്റ് ജനറൽ സർജറി ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അത് വന്നിരിക്കുന്നത്. 501/2020 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മാത്തമാറ്റിക്സ് ആണ് NCA നോട്ടിഫിക്കേഷനാണ്. പിന്നെ 502 NCA നോട്ടിഫിക്കേഷൻ ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2 ആണ്. 503 ഡോർ ഡിവിഷണൽ ക്ലർക്ക് കേരള സ്റ്റേറ്റ് കൊയർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ. 504 ഹൈസ്കൂൾ ടീച്ചറാണ്. 505 ഹൈസ്കൂൾ ടീച്ചർ. 508 ഹൈസ്കൂൾ ടീച്ചർ. 505 മുതൽ 509 വരെ വരുന്നത് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ്. 510 മുതൽ 11 വരെ വരുന്നത് സെയിം ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ്. പിന്നെ 512/2020 സർജൻ്റ് ആണ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് NCA നോട്ടിഫിക്കേഷൻ. 513/2020 മുതൽ 514/2020 വരുന്നത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ്. പിന്നെ വരുന്നത് 515 516 517 മുതൽ 520 വരെ വരുന്നത് ലോ ഡിവിഷണൽ ക്ലർക്കാണ്. അത് NCA നോട്ടിഫിക്കേഷനാണ്. പിന്നെ 521 മുതൽ 522 വരെ LD ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ്
ടൈപ്പിസ്റ്റ് ക്ലർക്ക് അത് NCA നോട്ടിഫിക്കേഷൻ. 523/2020 ലോ അഡീഷണൽ ക്ലർക്ക്. പിന്നെ തമിഴ് മലയാളം നോയിങ് ആണ്. 524/2020 മുതൽ 525, 526, 527 ഒക്കെ വരുന്നത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചറും പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ് വരുന്നത്. 529/2020 മുതൽ 530/2020 വരെ വരുന്നത് ഡ്രൈവർ ഗ്രേഡ് 2 ആണ്. 531 ഡ്രൈവർ ഗ്രേഡ് 2 എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനാണ് കേരള PSC ഏകദേശം 155ഓളം തസ്തികകളിലേക്ക് ഇപ്പോൾ കേരള PSC പ്രസിദ്ധീകരിച്ചത്. തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിനെല്ലാം അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അവർക്കെല്ലാം ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം. മറ്റൊരു ഗുണം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.